നിങ്ങളൊക്കെയാണ് ഈ വായിൽ ഇങ്ങനെ വെച്ച് പിടിച്ച് ത്രെഡ് ചെയ്യുന്നത് അല്ലേ? നമുക്ക്, അതായത് എൻ്റെ സ്റ്റുഡൻസ്, നിങ്ങൾ ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു നോട്ടാണ് ഇടുക, ടൈറ്റ് ചെയ്തിട്ട് കെട്ടിട്ട. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇതൊരു സിസർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ദെൻ ഇവിടെ ഈ ഫിംഗർ, ഈ തം ഫിംഗർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതൊരു സിസറായി, മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് ആണ്, ഒരു കൈപ്പത്തിയുടെ അകലം ഡിസ്റ്റൻസ് ആണ് ഇവിടെയും ഇവിടെയും വരേണ്ടത്. ഈ ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ? നമ്മുടെ ഈ നോസിന്റെ ഈ ഒരു എൻഡും ഇവിടത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടോ? ഇതാണ് ഇവിടത്തെ പോയിന്റ്. ഇതിന് ശേഷം വരുന്ന എല്ലാ ഹെയർസും എന്താണ്? എക്സ്ട്രാസ് ആണ്. ഓക്കെ, ദെൻ ഈ പോയിന്റ് മുതൽ ഐബ്രോസിന്റെ എൻ പോയിന്റ് വരെ ഇതാണ് നമ്മുടെ ടെയിൽ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ? ഇവിടെയാണ് 90 ഡിഗ്രി. ഇങ്ങനെ ഉയർത്തിയിട്ട് ആ എൻഡ് മുതൽ ഈ ടെയിൽ വരെ യോജിപ്പിക്കുക. ഇപ്പൊ ഇങ്ങനെ വേണം മെഷർമെന്റ് എടുക്കാൻ. ഐബ്രോസ് എടുക്കുമ്പോൾ ഭയങ്കര പെയിൻ ആവാറുണ്ട് അല്ലേ? അത് മാറണമെങ്കിൽ ഒരു സംഭവം പറഞ്ഞത്, വേറെ ഒന്നും ഇല്ലടാ. നോക്കി ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കരുത്, ജസ്റ്റ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. അതുപോലെ പുരികം എടുക്കുമ്പോൾ ആളുടെ റൈറ്റിൽ നിന്ന് റൈറ്റ് പുരികം ആദ്യം എടുക്കുക, ദെൻ ലെഫ്റ്റിൽ ഐബ്രോസ് എടുക്കുക. ഫോർഹെഡ് ഏരിയ കുറച്ച് തിക്കായിട്ടുള്ള ഏരിയ, നമ്മുടെ ഫേസിൽ ബാക്കിയുള്ള പോർഷൻസ് അല്ലെങ്കിൽ സ്കിൻ വെച്ചിട്ട് നോക്കുകയാണ്. അപ്പം ഇവിടെയുള്ള എക്സ്ട്രാസ് എല്ലാം എടുക്കുമ്പോൾ നമ്മുടെ ക്ലൈന്റ് കംഫർട്ട് ആവും. ഈ കുട്ടിക്ക് അറിയാം ഈ കുട്ടി ഓക്കെയാണ് എന്നൊരു കംഫർട്ട് സോൺ നമ്മൾ അവിടെ കൊടുക്കുകയാണ്. അതിനുശേഷമേ നിങ്ങൾ ഇവിടെ സ്ട്രെച്ച് ചെയ്തിട്ട് ഈ പോർഷനിലുള്ള എക്സ്ട്രാസ് എടുക്കാൻ പാടുള്ളൂ. അതും വളരെ സോഫ്റ്റ് ആയിട്ട് പതിയെ എടുത്താൽ മതി. അവരുടെ കംഫർട്ടാണ് നമ്മുടെ കംഫർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആദ്യം പരിശീലിക്കേണ്ടത് ചിരട്ടയിലാണ്. ഓക്കെ, ദെൻ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു ഐബ്രോസ്, ആ ചിരട്ടയിൽ ഐബ്രോ വരയ്ക്കുക, അതിനുള്ളിലുള്ള ഹെയർസ് എടുത്ത് കളയുക, ഔട്ട്ലൈൻ പുറത്തുള്ള എടുക്കുക. പണ്ട് ഞാൻ എൻ്റെ മക്കളുടെയൊക്കെ ബോഡിയിലാണ് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് പറഞ്ഞ ഹസ്ബൻഡ് പെട്ടെന്ന് വരാൻ പറഞ്ഞു നമുക്ക് പരിശീലിക്കാൻ വേണ്ടിയിട്ട്, കേട്ടോ? അപ്പൊ നല്ലൊരു ത്രെഡിങ് ആർട്ടിസ്റ്റ് ആണ്. അനുഗ്രഹിക്കട്ടെ. ഓക്കെ.